നമസ്കാരം, നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ, ഓൾ എന്നുള്ള ഓപ്ഷനും. ഇന്നൊരു ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2 ചിക്കൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ലിവറാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ പകുതി തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും വേണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് നല്ല മണം വന്നു തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ: 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോണേ. ഇപ്പോൾ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത മണം വരുന്ന വരെ വഴറ്റണം. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റാം. തക്കാളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കാം. ഈ ലിവറിന് ചിക്കൻ പീസ് വേവണ അത്ര സമയമൊന്നും വേണ്ട വേവാൻ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണ കാണാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലിവർ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേവിക്കാൻ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറിയുണ്ടോ ലിവറിൻ്റെ. ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഇതിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലിവറൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. എന്നാലും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കണത്. ഇനി ഇതൊരു 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ലിവർ ഫ്രൈ നന്നായി പാകമായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ലിവർ ഫ്രൈ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മീതെ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ. താങ്ക് യു.